ഹലോ ഹായ്, ഞാൻ ഉണ്ണികൃഷ്ണനാണ്. നമ്മുടെ വെബ് സീരീസിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണ് കേട്ടോ ഇത്. അതായത് 100ാമത്തെ എപ്പിസോഡാണ്. ഒരുപാട് നാളായി വീഡിയോ ഇട്ടിട്ട്, വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ വെബ് സീരീസിൻ്റെ 100ാമത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫുഡ് കിട്ടുന്ന കട ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്, അരവിന്ദ് ബ്രോ ആണ്. അരവിന്ദ് ബ്രോ മെസ്സേജ് ചെയ്തതിനനുസരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കടയിൽ വന്നിട്ടുള്ളത്. നമ്മൾ വെജിറ്റേറിയൻ ഫുഡുകൾ സെലക്ട് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? കടകൾ തിരഞ്ഞെടുക്കുന്നത് മസാല ദോശ, പൂരി മസാല, നെയ് റോസ്റ്റ്, അങ്ങനെ വെജിറ്റേറിയൻ ഫുഡുകൾ നമ്മൾ അധികം കഴിച്ചിട്ടുള്ളത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന കടയെന്ന് പറഞ്ഞാൽ ഇവിടെ വെജ് ബർഗർ, വെജ് സാൻഡ്വിച്ച്, വെജ് പിസ്സ, വെജിറ്റേറിയൻ കേക്ക് എന്ന് വേണമെങ്കിൽ പറയാം, പിന്നെ വെജിറ്റേറിയൻ ബണ്ണ്, അതുപോലെ തന്നെ വെജിറ്റേറിയൻ ബ്രെഡ്, ഇവയെല്ലാം ഉണ്ടാക്കുന്ന ഒരു വെജ് ഹൗസാണ് കേട്ടോ. വെജ് ഈറ്റ്സ് എന്നാണ് ഈ ഒരു വെജ് ഹൗസിൻ്റെ പേര്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം വെബ് സീരീസിൻ്റെ 100ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ കടകൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു വെബ് സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്, ഇനിയും സപ്പോർട്ട് തുടരുക. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ വെജ് ഈറ്റ്സ് ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 4 വർഷത്തോളമായി. കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം ഫോർട്ട് ഹോസ്പിറ്റലുണ്ട്, അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വരും കേട്ടോ. അതിൻ്റെ ആ ഒരു എൻട്രൻസിൽ കയറുന്നതിന് മുമ്പ് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ അവർ ഒരു അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്തിട്ടുണ്ട്. കിച്ചണെല്ലാം ഇവിടെ തന്നെയാണ്. അവരുടെ ഓണറും അവരുടെ ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ടാണ് ഈ ഒരു കട ഇങ്ങനെ റൺ ചെയ്ത് കൊണ്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കടയുടെ ഓണറുണ്ട് കേട്ടോ, ഒരു പയ്യനാണ്, രാഹുൽ എന്നാണ് പേര്. രാഹുലും ഫ്രണ്ട്സും അതായത് ഫാമിലി ആയിട്ടൊക്കെയാണ് ഈ ഒരു കട നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പം ഇതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് രാഹുലിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. രാഹുലാകുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു തരും. ഹായ്, രാഹുലാണ്. ഇത് ഞങ്ങളുടെ 4th ഇയറാണ്. ട്രിവാൻഡ്രം ഫോർട്ട് ഏരിയയിലാണ് വെജ് ഈറ്റ്സ് ഉള്ളത്. ഞങ്ങളുടെ സ്പെഷ്യൽ മെനു ഐറ്റംസിൽ പിസ്സ ഉണ്ട്, ബർഗർ, സാൻഡ്വിച്ച്, മൊജിറ്റോ, ജ്യൂസ്, കേക്ക്സ് എല്ലാം പ്യൂർ വെജിറ്റേറിയൻ ആണ്. ഈവൻ കേക്ക്സ് പോലും ഫുൾ എഗ്ലെസ് ആണ്, 100%. പിസ്സയിൽ ക്രസ്റ്റ്, ബർഗർ ബൺസ്, സാൻഡ്വിച്ച് ബ്രെഡ്സ് എല്ലാം ഇൻ ഹൗസ് പ്രൊഡക്ഷൻ ആണ്, ഞങ്ങൾ തന്നെ ചെയ്യുന്നതാണ്. ഇത് കൂടാതെ വീറ്റ് പിസ്സ ഉണ്ട്, വീറ്റ് ക്രസ്റ്റ് ചെയ്യുന്നുണ്ട്, ബ്രെഡ്സ് എല്ലാം കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇത് പുറത്ത് സപ്ലൈ ചെയ്യുന്നുണ്ട്, ഹോം ഡെലിവറി ചെയ്യും. നമുക്കിവിടെ ഒരു 15 to 20 പേർക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻസും ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ. ഫുഡ് മെനു, സ്നാക്സ് എല്ലാം ചെയ്തു തരും ഞങ്ങളിവിടെ തന്നെ. കംപ്ലീറ്റ്ലി വെജ് ആയതുകൊണ്ട് കൂടുതലും എഗ്ലെസ് വെജിറ്റേറിയൻ പ്രിഫർ ചെയ്യുന്ന എല്ലാവർക്കും തീർച്ചയായും ഇവിടെ വരാം, ട്രൈ ചെയ്യാം. ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞാൽ സ്വിഗ്ഗി, സൊമാറ്റോ ഉണ്ട്. അല്ലാതെ ഞങ്ങളുടെ തന്നെ ഡെലിവറി ഉണ്ട്. ഒരു ഇത്ര കിലോമീറ്റർ റേഡിയസിൽ ഞങ്ങൾ തന്നെ ഹോം ഡെലിവറി ചെയ്യുന്നത്. എല്ലാവരും വരിക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അവരുടെ വെജ് ഈറ്റ്സിലെ മെനു ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള പിസ്സ ആയിരുന്നാലും ബർഗർ ആയിരുന്നാലും അതുപോലെ തന്നെ സ്നാക്സ് ആയിരുന്നാലും സാൻഡ്വിച്ച് ആയിരുന്നാലും അവരിവിടെ സെർവ് ചെയ്യുന്നുണ്ട്. ഇതിൽ കുറച്ച് ഐറ്റം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മളിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പനീർ നിർവാണ എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ പനീർ 360 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പിസ്സ ഐറ്റംസ് ഒരുപാട് വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് തന്നെ കാണുന്നത്. അതായത് വെജ് സാൻഡ്വിച്ചും വെജ് ബർഗർ, വെജ് ബണ്ണ്. പക്ഷെ നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് വെജാണ് കേട്ടോ, പ്യുവർ വെജാണ്. നമുക്ക് ധൈര്യമായിട്ട് വന്ന് കഴിക്കാൻ പറ്റുന്നത്ര ആ ഒരു പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. ബർഗർ ആയിരുന്നാലും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ബർഗർ ഉണ്ട്. ഇതിൽ 1-2 ഐറ്റംസ് ഞാൻ പറയാമെന്ന് വിചാരിക്കുകയാണ്. ഈ ഒരു ഹോട്ട് ഡോഗ് സാൻഡ്വിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു സാൻഡ്വിച്ചാണ് പനീർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹോട്ട് ഡോഗ് സാൻഡ്വിച്ച് പറയുന്നുണ്ട്. ബർഗറിൽ ഞാൻ ഈ ഒരു ക്ലാസിക് പനീർ എന്ന് പറയുന്ന ഒരു ബർഗറാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സ്നാക്സ് ആയിട്ട് സ്റ്റാർട്ടറായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു ചീസ് ബാൾ ടവർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഐറ്റമാണ് സ്നാക്കിൽ പറഞ്ഞിട്ടുള്ളത്. അവരുടെ സ്പെഷ്യൽ, അതായത് വെജ് ഈറ്റ് സ്പെഷ്യലിൻ്റെ ഒരു പീസ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. മൊജിറ്റോസ് ഇഷ്ടമുള്ളവർക്കെല്ലാം മൊജിറ്റോസ് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഷേക്സും അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഷേക്സിൻ്റെ റേറ്റൊക്കെ സ്റ്റാർട്ടിങ് 89 ആണ്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടിട്ടുണ്ട്, പക്ഷേ വെജിറ്റേറിയൻ ഓപ്ഷനിൽ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് നമുക്കൊരു ഒരു പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഓർഡർ ചെയ്തിട്ടുള്ള വെജ് ചീസ് ബോൾ ടവർ വന്നിട്ടുണ്ട്.
അപ്പം ഇതെങ്ങനെയാണെന്ന് ആദ്യം നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് അവരുടെ ഒരു സ്റ്റാർട്ടേഴ്സിൻ്റെ രീതിയിലാണ് അവരിതിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഒരു മൊജിറ്റയും കൂടെ ഉണ്ട്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 209 രൂപയാണ് കേട്ടോ. ഈ 2 ഐറ്റംസാണ് ഈ ഒരു 209 രൂപ കോംബോ ചെയ്ത് വരെ. ഇത് തന്നെ ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചു എങ്ങനെയുണ്ടെന്ന്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പൊട്ടറ്റോ മസാലയൊക്കെ ചേർത്തിട്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. ഒരു സ്റ്റാർട്ടേഴ്സിൽ നല്ലതായിരിക്കും. ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള കുറച്ച് ഐറ്റംസ് വന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ കഴിക്കാൻ പറ്റും. ഇതിൽ നല്ല ചീസും അതുപോലെ ബേബി കോണ് അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ നല്ലവണ്ണം ചെയ്തിട്ടുണ്ട്, കാണാൻ തോന്നുന്നു. എങ്കിലും നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റാർട്ടേഴ്സിലൊരു ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ളൊരു സ്നാക്സാണ്. പ്യുവർ വെജിറ്റേറിയൻ വേണ്ട, അതാണ് എടുത്തു പറയേണ്ടത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ, അടിപൊളി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു മൊജിറ്റയും കൂടെ ഉണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത ഓർഡർ ചെയ്തിട്ടുള്ള അവരുടെ സ്പെഷ്യൽ ഒരു പിസ്സയും സ്പെഷ്യൽ ഹോട്ട് ഡോഗ് സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇത് പനീർ കൊണ്ടാണ് കേട്ടോ കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത്. ഒരു വലിയൊരു ലെയറിൽ പനീർ ഫ്രൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വെജിറ്റബിൾസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് സോസും മറ്റ് കാര്യങ്ങളായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു പ്രസൻറ്റേഷനാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 129 രൂപയാണ് കേട്ടോ. പക്ഷേ അത്യാവശ്യം വലിയൊരു ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഇതാണ് വെജീറ്റ് സ്പെഷ്യൽ പിസയാണ്. അപ്പോൾ ഇത് നല്ല രീതിയിലൊരു പ്രസൻറ്റേഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 299 ഇതിലിപ്പോൾ നമുക്ക് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബേബി കോണുണ്ട്, അതുപോലെ തന്നെ പനീറുണ്ട്, ഒലിവുണ്ട്, ആൽഫീനുണ്ട്, അത് മഷ്റൂമുണ്ട് കേട്ടോ. നല്ലൊരു പ്രസൻറ്റേഷനാണ്. ഉണ്ടാക്കുന്ന രീതി നിങ്ങൾ കണ്ടായിരുന്നു. ചെറിയൊരു ഇതിലാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളൊരു പിസ്സ പ്രേമിയാണെങ്കിൽ തീർച്ചയായിട്ടും വരിക. നമുക്കിപ്പം നമ്മുടെ വെജ് ഈറ്റ്സിലെ പിസ്സ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. വെജ് ഈറ്റ്സിലെ സ്പെഷ്യൽ പിസ്സ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളി കേട്ടോ. അപ്പോൾ നിങ്ങൾ വെജ് ഈറ്റ്സിൽ വരികയാണെങ്കിൽ ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അടിപൊളി കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടെ എരിവോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് പിച്ചപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏതാണെങ്കിലും അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോസ് എല്ലാം അവർ ഇവിടെ തന്നെ മേഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്വന്തം സോസാണ്. നമുക്ക് വെജ് പ്രേമികൾക്ക് ധൈര്യമായിട്ട് ഒന്ന് കഴിക്കാം. നമ്മൾ അടുത്ത ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞാൽ വെജ് ഈറ്റ്സിലെ സ്പെഷ്യൽ ഹോട്ട് ഡോഗാണ്. അപ്പം അവരുടെ ഒരു പനീർ സ്പെഷ്യലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹോട്ട് ഡോഗ് സാൻഡ്വിച്ചിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 129. അത്യാവശ്യം നേരത്തെ പറഞ്ഞൊരു നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കാം അല്ലേ. നല്ലൊരു പ്രസൻറ്റേഷനാണ് കേട്ടോ. ഒരു ഹെവി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പം 2 കൈ കൊണ്ടൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് അത് എടുത്ത് കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. പൊളിയാണ് കേട്ടോ. നല്ല ഫില്ലിംഗ് ഉണ്ട് കേട്ടോ. പനീറൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്രെഡെല്ലാം കഴിക്കുന്ന പ്യുവർ വെജാണ് കേട്ടോ. ഒരു തരത്തിലുള്ള നോൺ വെജ് ഐറ്റംസിൽ ചേർന്നില്ല. പ്രത്യേകിച്ച് എല്ലാവരും പറയാറുള്ളത് മുട്ട ചേരുമെന്നാണ്. പക്ഷേ എഗ്ഗൊന്നും ചേരാത്ത എഗ്ലെസ് ബ്രെഡാണ് കേട്ടോ അവരിവിടെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഒരു ബർഗറും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബർഗർ കൂടെ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കണം. പനീറൊക്കെ ഈ ഒരു സൈസിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു ഹാഫ് ഫ്രൈ ആയിട്ടുള്ളൂ കേട്ടോ. കൂടെ കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത വെജ് ഈറ്റ്സിൽ ഓർഡർ ചെയ്തിട്ടുള്ള ബർഗർ വന്നിട്ടുണ്ട്. ബർഗറും കൂടെ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. ഇതാണ് വെജ് ഈറ്റ്സിലെ വെജിറ്റേറിയൻ ബർഗറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള ഫാറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോള് രൂപത്തിലാണ് കേട്ടോ. നമ്മളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. എന്തായാലും നല്ലൊരു ഫില്ലിംഗ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 109 രൂപയാണ് കേട്ടോ. അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. വെജ് ഈറ്റ് സ്പെഷ്യൽ സിംഗർ ബർഗർ കഴിക്കണം കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം കഴിച്ച് മടുത്തവർക്ക് ഇവിടെ വന്ന് ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള വെജിറ്റേറിയൻ ബർഗറൊക്കെ കഴിക്കാം. ഒരുപാട് വെജ് ഐറ്റംസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നീ കാണാമല്ലോ അല്ലേ. ബർഗർ ഫുള്ള് കഴിക്കാം എന്ന് വെച്ചാൽ മറ്റേത് ഫുള്ള് കഴിച്ചില്ല. ഇപ്പോൾ ഒന്ന് ഫുള്ള് കഴിച്ച് വേറൊന്ന് ഫില്ല് ചെയ്യാം. സോസൊക്കെ വേണ്ടവർക്ക് സോസുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം നല്ല
സോസൊക്കെ അവർ ഫില്ല് ചെയ്തിട്ടുണ്ട്. വേണ്ട സോസൊക്കെ നല്ലോണം ഫില്ല് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കൂമ്പർ എല്ലാം ഉണ്ട്, പൊളി കേട്ടോ. നല്ലൊരു കുഞ്ഞ് ആംബിയൻസിൽ വന്നിരുന്ന് കഴിയുക, ഒരു മൊജിറ്റോസും കൂടെ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കണം. കുറച്ച് എരിവ് നമ്മുടെ അടിപൊളി ഫുഡാണ് കേട്ടോ. വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്കിവിടെ വരാം, പൊളി. അപ്പോൾ നിങ്ങൾക്ക് ഒരു അടിപൊളി വെജ് വീഡിയോ ആണ് എൻ്റെ വെജ് സീരീസിൽ അവസാനം തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. എനിക്ക് പിസ്സ കേട്ടോ, പിസ്സയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എങ്കിലും എല്ലാ ഫുഡും അതിൻ്റേതായ രുചിയുണ്ട്, പക്ഷേ പിസ്സ എന്തോ എനിക്ക് എടുത്തു പറയാൻ തോന്നി. വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ, സൂപ്പറാണ്. ഇന്നത്തെ ഫുഡ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വെജ് ഈറ്റ്സിൽ പിസ്സ ആയിരുന്നാലും ബർഗർ ആയിരുന്നാലും സാൻഡ്വിച്ച് ആയിരുന്നാലും പൊളിയായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ പിസ്സ തന്നെയാണ്. വെജ് സീരീസിൻ്റെ അവസാനത്തെ എപ്പിസോഡ് നല്ലൊരു ഫുഡ് സ്പോട്ട് പരിചയപ്പെടുത്തിയതിൽ വളരെ അധികം സന്തോഷമുണ്ട്. നിങ്ങളും ഒരിക്കലും ഇവിടെ വരിക, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. വെജിറ്റേറിയൻ പ്രേമികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മളിനി വെജ് സീരീസ് സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. വെജിറ്റേറിയൻ പ്രേമികൾ വിഷമിക്കുകയെന്ന് വേണ്ട കേട്ടോ, വെജിറ്റേറിയൻ ഹോട്ടലുകളുടെ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെ